ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓവർ സബ്സ്ക്രിപ്ഷന്റെ മൂന്നാമത്തെ ഓപ്ഷനാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്താ? കുറച്ച് അക്സെപ്റ്റ് ചെയ്യുക, കുറച്ച് റിജക്റ്റ് ചെയ്യുക, ഇങ്ങനെ ഒരു ഓപ്ഷനാണ്. അപ്പൊ ഇതിൽ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ആദ്യം പോവാം. അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കാം. എ ലിമിറ്റഡ് മേക്ക് ആൻ ഇഷ്യൂ ഓഫ് 1 lakh equity shares of 10 each, payable 3 on application, 5 on allotment, 2 on first call. അപ്പൊ എത്രയായി? 3, 5, 8, 2, 10. ഓക്കെ, അപ്ലിക്കേഷൻ വേർ റിസീവ്ഡ് ഫോർ 2,30,000 ഷെയർസ്. അപ്പൊ 1,00,000 നമുക്ക് അപ്ലൈ ചെയ്തത്, നമ്മൾ ഇഷ്യൂ ചെയ്തത്. അതിന് എത്ര കിട്ടി? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. 2,30,000 ഷെയറിനുള്ള അപ്ലിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 2,30,000 ഷെയറിനുള്ള അപ്ലിക്കേഷൻ റിസീവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്താ ചെയ്യുന്നത്? ദ ഡയറക്ടേഴ്സ് റിട്ടേൺഡ് ദ അപ്ലിക്കേഷൻ മണി ഫോർ 50,000 ഷെയർ. അപ്പൊ 50,000 ഷെയറിൽ 50,000 ഷെയർ എന്ത് ചെയ്തു? റിട്ടേൺ ചെയ്തു. പിന്നെ 60,000 ഷെയർ ഫുള്ളി അക്സെപ്റ്റ് ചെയ്തു. 60,000 ചോദിച്ച ആൾക്കാർക്ക് 60,000 തന്നെ കൊടുത്തു. അതാണ് ഇവിടെ അപ്ലിക്കേഷൻ ഫോർ 60,000 ഷെയർസ് വർ അക്സെപ്റ്റഡ് ആൻഡ് അലോട്ടഡ് ഇൻ ഫുൾ. 60,000 ഫുള്ള് കൊടുത്തു. ഇപ്പൊ 2,30,000 60,000 കൊടുത്തിട്ടുള്ളൂ. ഇനി 1,00,000 ആകെ കൊടുക്കാനുള്ളൂ. ഇനി 40,000 ഷെയർ ഉള്ള ആളുകളുണ്ട് അല്ലേ? ഇത് എക്സസ് അപ്ലിക്കേഷൻ മണി റിസീവ്ഡ്. ഇപ്പൊ എത്ര ഉള്ളത്? 2,30,000 ഇവിടെ എത്ര ഉള്ളത്? 60ഉം 50ഉം 1,10 എത്തിയിട്ടുള്ളൂ. ബാക്കി 1,20,000 ഷെയർ ഇതുണ്ട്. 2,30,000 അങ്ങനെയല്ലേ ആവുള്ളൂ. ഇവർക്ക് എന്താ ചെയ്തത്? എക്സസ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ 2,30,000 50ഉം 60ഉം കഴിഞ്ഞ 50 റിജക്ട് ചെയ്തു, 60 ഫുൾ അലോട്ട് ചെയ്തു. ഇപ്പൊ എന്തായി? 1,10 ബാക്കി 1,20. ദ എക്സസ് അപ്ലിക്കേഷൻ റിസീവ്ഡ് ഫ്രം ദ റിമൈനിങ് അപ്ലിക്കന്റ് വേർ ക്യാരി ഫോർവേഡഡ് ഇൻ പാർട്ട് സാറ്റിസ്ഫാക്ഷൻ ഓൺ ദ എമൗണ്ട് ഡ്യൂ ടു അലോട്ട്മെന്റ്. അത് പാർട്ട് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ പാർട്ട്ലി അലോട്ട് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ്. എന്നിട്ട് ഈ എമൗണ്ട് എവിടേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തു? അലോട്ട്മെന്റിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തു. ദ കമ്പനി ഡിഡ് നോട്ട് മേക്ക് ഫസ്റ്റ് കോൾ ആൻഡ് ഫൈനൽ കോൾ. ഫസ്റ്റും ഫൈനൽ കോളും കമ്പനി എത്തിയിട്ടില്ല, വിളിച്ചിട്ടില്ല. അപ്പൊ അലോട്ട്മെന്റ് വരെ എത്തിയിട്ടുള്ളൂ. പ്രിപ്പയർ ജേണൽ എൻട്രീസ്. ജേണൽ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ, ക്യാഷ് ബുക്കും മറ്റൊന്നും നോക്കുന്നില്ല. ജേണൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കുക, പിന്നെ ഇതില് ഈ 50,000 ഷെയർ എന്ത് ചെയ്യാൻ പോവാണ്? റിജക്ട് ചെയ്യാൻ പോവാണ്. 60,000 ഫുള്ളി അലോട്ട്മെന്റ് നടത്താണ്. 1,20,000 എന്താ ചെയ്യാം? 1,20,000 നമുക്ക് 40,000 ഷെയർ ഇവർക്ക് അലോട്ട് ചെയ്ത് അടക്കാൻ കഴിയുള്ളൂ. ബാക്കി 80,000 എന്ത് ചെയ്യണം? ബാക്കി 80,000 അപ്ലിക്കേഷൻ മണി നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി ഫസ്റ്റ് കോൾ ഉണ്ടെങ്കിൽ ഫസ്റ്റ് കോളിലേക്കും ട്രാൻസ്ഫർ ചെയ്ത് പോകണം. ഇതാണ് പ്രൊസീജിയർ. അപ്പൊ ഇതിന്റെ ഈ ട്രീറ്റ്മെന്റ് ഞാൻ ആദ്യം ഒന്ന് ഫുള്ളി ഡിസ്കസ് ചെയ്യാം. നേരത്തെ എഴുതിയ കാര്യം തന്നെയാണ്, നല്ലപോലെ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് അപ്ലിക്കേഷൻ കിട്ടിയത് 2,30,000 ഷെയറിനാണ്. ഓക്കെ, 2,30,000 ഷെയറിന് കിട്ടിയ പൈസ എന്ന് പറയുന്നത് ഓരോ ഷെയറിനും എത്ര രൂപ വെച്ചിട്ടാണ്? ഓരോ ഷെയറിനും അപ്ലിക്കേഷന്റെ കൂടെ 3 രൂപ വെച്ചിട്ട് അല്ലെ? അപ്ലിക്കേഷന്റെ കൂടെ 3 രൂപ വെച്ചിട്ട് കിട്ടി. അപ്പൊ 2,30,000 ഷെയർ ഇൻറ്റു 3 രൂപ എത്ര എന്ന് പറയുമ്പോ എത്ര വരും? 2,30,000 ഇൻറ്റു 3 6,90,000 അല്ലേ വരിക? 6,90,000 ആണ് വരിക. അങ്ങനെ തന്നെ അല്ലേ? ഒന്ന് ഉറപ്പെടുത്തിട്ട് കാൽക്കുലേറ്റർ വെച്ചൊന്ന് കൂട്ടാം. 6,90,000 തന്നെ വരും. 2,30,000 ഇൻറ്റു 3 6,90,000. എമൗണ്ട് വെച്ചിട്ട് 6,90,000 രൂപ ഉണ്ട്. ഇതില് നമ്മളോട് പറഞ്ഞത് എന്താണ്? 50,000 ഷെയറിന്റെ പൈസ റീഫണ്ട് ആണ്. 50,000 ഷെയർ, അതായത് റീഫണ്ട് എത്ര കൊടുക്കണ്ടേ? 50,000 ഷെയർ മേല് 3 രൂപ വെച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ 1,50,000 രൂപ റീഫണ്ട് കൊടുക്കണം. ഓക്കെ, ഇനി 60,000 ഷെയറിന്റെ കാര്യം എന്താ പറഞ്ഞേ? 60,000 ഷെയറിന്റെ പൈസ നേരെ ഷെയർ ക്യാപിറ്റലിലേക്ക് മാറ്റുക. അത് ഫുള്ളി അലോട്ടഡ്. അവർക്ക് ഇനി എക്സസ് ഒന്നുമില്ല. അവർക്ക് ഫുള്ള് ചോദിച്ച 60ഉം കൊടുത്തിട്ടുണ്ട്. അപ്പൊ 60,000 ഇൻറ്റു 60,000 ഷെയർ ആണ് 3 രൂപ വെച്ചിട്ട് 1,80,000 രൂപ ഷെയർ ക്യാപിറ്റലിലേക്ക് പോകണം.
ഓക്കെ. മൂന്നാമത്തെ കാര്യം എന്താ പറഞ്ഞേ? മൂന്നാമത്തത് എക്സ്ട്രാ തന്ന പൈസ. ഇനി ബാലൻസ് ഉള്ള ആൾക്കാർക്ക് ബാലൻസ് ഷെയർ കൊടുത്തു. നമുക്കറിയാം 1,00,000 ഷെയറാണ് നമ്മുടെ അടുത്തുള്ളത്. ഇതിൽ 60,000 ഫുൾ അലോട്ട് ചെയ്തതിന്, ബാക്കി ഇനി 40,000 ഷെയറിന് പാർട്ലി അലോട്ട് ചെയ്യുള്ളൂ. അതോടെ മനസ്സിലാക്കുക. ഇപ്പൊ 2,30,000 50,000 ഷെയർ ഇങ്ങനെ പോയി, 60,000 ഷെയർ ഇങ്ങനെ പോയി. ഇനി 1,20,20,000 ഷെയർ ആണുള്ളത്. 1,20,20,000 ഷെയർ എന്ന് പറഞ്ഞാൽ പൈസയിൽ എത്ര വരും? 1,20,20,000 ഇൻറ്റു 3 വരും. അപ്പം എമൗണ്ട് വെക്കുമ്പം 3,60,000 രൂപ ഉണ്ട് ആപ്ലിക്കേഷന്റെ കൂടെ കിട്ടിയ പൈസ. ഇതിൽ നമ്മൾ അലോട്ട്മെന്റ് എത്ര ചെയ്യാൻ പറ്റുള്ളൂ? 40,000 ഷെയർ ആണ് നമ്മൾ അലോട്ട് ചെയ്യുക. അതായത് 40,000 ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഷെയർ ചോദിച്ചാക്ക് 1 ഷെയർ കൊടുക്കും. 40,000 ഷെയർ, അതിനർത്ഥം 40,000 ഇൻറ്റു 3 നമുക്ക് 1,20,000 രൂപ ഇതിലേക്ക് പോകണം. അപ്പൊ ബാക്കി 80,000 ഷെയറിനുള്ള അപ്ലിക്കേഷൻ മണി തന്നിട്ടുണ്ട് അല്ലേ? ഈ 80,000 ഷെയറിന്റെ വില, അതായത് 80,000 ഇൻറ്റു 3 എന്ന് പറയുന്ന 80,000 ഇൻറ്റു 3 എന്ന് പറയുന്ന സംഖ്യ എത്ര? 80,000 ഇൻറ്റു 3 എന്ന് പറയുന്ന സംഖ്യ 2,40,000 രൂപയാണ്. ഈ 2,40,000 രൂപ നമ്മൾ അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ്. രൂപ വെക്കുമ്പോൾ അലോട്ട്മെന്റിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് കോളിലേക്കും പോകും. അപ്പം അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആർക്കാണ് മുഴുവൻ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ 40,000 ഷെയർ ചോദിച്ച ആളുകൾക്ക് ഇവരെ പൈസയാണത്. അപ്പൊ ഇവർക്ക് കൊടുക്കേണ്ട പൈസയാണത്. അത് നമ്മൾ എന്ത് ചെയ്യണം? അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ നോക്കുക, അലോട്ട്മെന്റ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര? ക്വസ്റ്റ്യനിൽ തന്ന അലോട്ട്മെന്റ് എമൗണ്ട് എത്ര? അലോട്ട്മെന്റിന്റെ കൂടെ 5 രൂപയാണ്. അപ്പം ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ അലോട്ട്മെന്റ് കഴിഞ്ഞാൽ ഫസ്റ്റ് കോളിലേക്കും കൂടെ ഉണ്ടാവും. കാരണം എന്താ? ഈ 40,000 ചോദിച്ച ആൾക്കാർക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്? വന്നിട്ടുള്ളത്. അപ്പൊ അലോട്ട്മെന്റിന്റെ പൈസ പറഞ്ഞാൽ 40,000 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ എത്ര വരുള്ളൂ? 2,00,000 വരുള്ളൂ. 2,00,000 വരുള്ളൂ. ബാക്കി 40,000 ഇപ്പോഴും ബാലൻസ് ആണ്. കാരണം ടോട്ടൽ എമൗണ്ട് നമ്മുടെ അടുത്ത് 2,40,000 അല്ലേ? അത് നമുക്ക് ഫസ്റ്റ് കോളിൽ പോകണം. ഫസ്റ്റ് കോളിൽ വിളിക്കണത് എത്ര രൂപക്കാണ്? ഫസ്റ്റ് കോള് വിളിക്കണത് എവിടെയാടാ? ഫസ്റ്റ് കോളിന് 2 രൂപ വെച്ചിട്ട്. അപ്പൊ ഈ 40,000 ഷെയർ ഉള്ള ആൾക്കാർക്ക് ഫസ്റ്റ് കോളില് 80,000 ആണ് ഒരു തരേണ്ടത്. പക്ഷെ ഇവിടെ ബാലൻസ് 40,000 ഉള്ളൂ. അപ്പൊ 40,000 ഇൻറ്റു 1 40,000 എന്ത് ചെയ്യും? ഒരേ ഫസ്റ്റ് കോളിലേക്ക് മാറ്റണം. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം 50,000 ഷെയർ ഉള്ള ആൾക്കാർക്ക് ഫുള്ളി റിജക്ട് ചെയ്ത് കൊടുത്തു. ഇവരുടെ ഫുള്ളി നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. ഇവർക്ക് ഇനി അലോട്ട്മെന്റിലേക്ക് മാറ്റാനൊന്നുമില്ല. ബാക്കി നമുക്ക് 1,20,000 ഷെയർ ചോദിച്ച ആൾക്കാർക്ക് ഉണ്ട്. അവർക്ക് ആകെ 40,000 ഷെയറേ കൊടുക്കണുള്ളൂ. ബാക്കി ഈ 80,000 ഷെയറിനുള്ള അപ്ലിക്കേഷൻ മണി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. എങ്ങോട്ട്? അലോട്ട്മെന്റിലേക്കും ഫസ്റ്റ് കൊടുക്കും. ഈ അഡ്ജസ്റ്റ്മെന്റ് ആർക്കേ ഉള്ളൂ? ഈ 40,000 ഷെയർ എക്സ്ട്രാ കൊടുത്തില്ലേ? സോറി, പ്രൊപ്പോർഷനേറ്റ്ലി കൊടുത്തില്ലേ? ആൾക്കാർക്കേ ഉള്ളൂ. അതുകൊണ്ടാണ് 40,000 ഇൻറ്റു 5 എന്നും 40,000 ഇൻറ്റു 1 എന്നും വന്നത്. അല്ലാതെ ഈ 60,000 ആൾക്കാരെ തന്ന ഫുൾ പൈസയും ഫുൾ അലോട്ട് ചെയ്തു. ഇവരത്തിന് എക്സ്ട്രാ പൈസ ഉണ്ടോ? ഇവർ എക്സ്ട്രാ പൈസ തന്നിട്ടുണ്ടോ? ഒരിക്കലും തന്നിട്ടില്ല. 1,20,000 ഷെയറിന് പൈസ തന്ന ആൾക്കാർക്ക് 40,000 അലോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അവിടെ 3,60,000 തന്നതിൽ 1,20,000 ഇവരുടെ അപ്ലിക്കേഷൻ മണിയിൽ പോകും. ബാക്കി 2,40,000 അവിടെ. ആ 2,40,000 റീഫണ്ട് കൊടുക്കൂല. അതിന് പകരം അവർ ഇനിയും പൈസ തരണല്ലോ. ഈ 40,000 ഷെയർ തന്ന ആളുകളും ഇനി അലോട്ട്മെന്റിൽ പൈസ ഉണ്ട്. അലോട്ട്മെന്റിൽ എത്ര ഉണ്ട്? 40,000 ഇൻറ്റു 5 എണ്ണം അതിലേക്കും, പിന്നെ ബാലൻസ് 40,000 ഉണ്ട്. അത് ഫസ്റ്റ് കോളിലേക്കും അഡ്ജസ്റ്റ് ചെയ്യും. ഇതാണ് ജേണൽ എൻട്രീന്റെ രീതി. അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളുമാണ് ഇപ്പൊ ഈ ഇതിലിങ്ങനെ കൃത്യമായി ഇവർ കൊടുത്തത്. കിട്ടിയ കാര്യം 60,000, 1,20,000, 50,000 ഇങ്ങനെ 2,30,000 കൊടുത്തു. എമൗണ്ട് റിസീവ് ചെയ്ത് എത്രയാണ്? 60,000-ന് 1,80,000 തന്നിട്ടുണ്ട്. ഇവര് 3,60 തന്നിട്ടുണ്ട് അല്ലെ? 3 രൂപ വെച്ചിട്ട് അങ്ങനെ കിട്ടിയിട്ടുള്ളത്. യെസ്, അതിൽ ഷെയർ അലോട്ട് ചെയ്ത് 60,000 ഷെയർ അലോട്ട് ചെയ്തു. അത് അപ്ലിക്കേഷൻ മണിക്ക് തന്നെ എടുത്തു. പിന്നെ സർപ്ലസ് ഒന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ അത് പോയി. പിന്നെ 1,20 ഉള്ള ആൾക്കാർക്ക് ഷെയർ അലോട്ട് ചെയ്ത് എത്ര? 40,000 അലോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്ലിക്കേഷൻ മണിന്റെ കൂടെ 1,20 അത് സർപ്ലസ് ഉണ്ട്. അത് 2,40 ആണ്. ആ 2,40 2 അലോട്ട്മെന്റിലേക്കും 40,000 ഫസ്റ്റ് കോളിലേക്ക് കൊടുത്തു. ഇവിടെ ഒന്നുമില്ല. ഇനി ഇവിടെ 50,000 ഷെയർ ഉള്ള ആൾക്കാർ എത്ര പൈസ തന്നു? 1,50,000 തന്നു. നിൽ ഒന്നും അലോട്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അപ്ലിക്കേഷൻ മണിയോ സർപ്ലസോ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും നടത്തേണ്ട. ഫുള്ളി റീഫണ്ട് ചെയ്യണം. ഈ കാര്യമാണ് പറയുന്നത്.
ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് രണ്ട് രീതിയിൽ ജേണൽ എൻട്രി എഴുതാന്ന് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് കൃത്യമായിട്ട് ആ ഒരു സാധനം നമ്മളിതിൽ വർക്കൗട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് റീഫണ്ടിന്റെ ഇത് പിന്നെ എന്താണെന്നറിയോ, ക്യാഷ് ബുക്ക് വേറെയും ജേണൽ വേറെയും ചെയ്യുന്ന രീതി ആയതുകൊണ്ടാണ്. ഇങ്ങനൊന്നും എക്സാമിന് ചോദിക്കൂല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു ആൻസർ ചെയ്ത് കാണിച്ചു തരാം, അത് നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് നോക്കാം എന്താണുള്ളത്. ഇവിടെ ഞാൻ എഴുതിയിരുന്ന ഇതോടെ അവിടെ തന്നെ ആകുമ്പോൾ സുഖമായിരുന്നു. ഇതാണ് ഇവിടെ നമുക്ക് ജേണൽ എൻട്രി കൃത്യമായിട്ട് എഴുതാം. ഒന്നാമത്തത് ഇതേ ക്യാഷ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ക്യാഷിന്റെ ട്രാൻസാക്ഷൻ ഒക്കെ ക്യാഷ് ബുക്കിൽ എഴുതിയാൽ മതി എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാവില്ല, നമുക്ക് ജേണൽ എൻട്രി എഴുതാനേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നോക്കാം എന്താണ് ഫസ്റ്റ് അപ്ലിക്കേഷൻ മണി വരണം. അതിന് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ. എത്ര അപ്ലിക്കേഷൻ മണി വന്നേ? 2,30,000 ഷെയറിന് വന്നിട്ടുണ്ട്. എത്ര വന്നു? 6,90,000 വന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് 6,90,000 നമ്മളിവിടെ എഴുതി. 6,90,000. ഓക്കെ, ഇനി രണ്ടാമത് നമുക്ക് എന്ത് ചെയ്യണം? ഇതില് ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എത്ര വരാൻ പാടുള്ളൂ? 1,00,000 ഷെയറിനുള്ള പൈസ എത്ര? 1,00,000 ഇൻറ്റു 1,00,000 ഇൻറ്റു 3. 1,00,000 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എത്ര? 1,00,000 ഇൻറ്റു 3 3,00,000. ഓക്കെ, 3,00,000 അല്ലേ? അതല്ലേ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തത്? 3,00,000 ഷെയർ അല്ലേ ഇഷ്യൂ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ നോക്കൂ, 6,90,000 അപ്ലിക്കേഷനിലുണ്ട്. അതിൽ അപ്ലിക്കേഷൻ 3,00,000 ഇപ്പൊ ഡെബിറ്റ് ചെയ്തു. ഇനി നമ്മൾ 50,000 ഷെയറിന്റെ പൈസ റീഫണ്ട് കൊടുക്കുന്നത്. അതിന്റെ ജേണൽ എൻട്രി ഷെയർ, ഇതൊക്കെ ഒറ്റ എൻട്രി ചെയ്താട്ടോ, ഞാൻ ജസ്റ്റ് കാണിക്കാണ്. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ, സോറി റീഫണ്ട് അല്ലേ കൊടുക്കുന്നത്, ടു ബാങ്ക്. ബാങ്കിലേക്ക് എത്ര പോവും? ബാങ്കിലേക്ക് 50,000 ഷെയറിന് കിട്ടിയ പൈസ പറഞ്ഞാൽ 1,50,000 പോവും. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് കോള് വിളിക്കും അല്ലെ? അല്ല സോറി, അലോട്ട്മെന്റ് വിളിക്കും. അപ്പൊ അലോട്ട്മെന്റ് ജനറേറ്റ് എന്താ? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. എത്ര? അലോട്ട്മെന്റ് 1,00,000-ന് 4 രൂപ വെച്ചിട്ട് എത്ര വരണം? 4,00,000 രൂപ വരണം. അങ്ങനെ തന്നെ അല്ലേ? 1,00,000-ന് 4 രൂപ തന്നെയല്ലേ അലോട്ട്മെന്റിൽ പറഞ്ഞേ? സോറി, 5 രൂപ. അപ്പൊ 5,00,000 വരണം. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അലോട്ട്മെന്റിന്റെ പൈസ എങ്ങനെയാണ് വരുന്നത് നോക്കാം. അലോട്ട്മെന്റിന്റെ പൈസക്ക് ഇവിടെ ശ്രദ്ധിക്കുക, അലോട്ട്മെന്റിന്റെ പൈസ ആദ്യത്തെ 40,000 ഷെയർ ഉള്ള ആളുകളുണ്ടല്ലോ, ഞാൻ ഇവിടെ കാണിച്ചേ, ഇവർ അലോട്ട്മെന്റിന്റെ പൈസ മുഴുവൻ തരണം. അല്ല, 60,000 ഷെയർ ഉള്ള ആൾക്കാർ, ഈ 60,000 ഷെയർ ഉള്ള ഈ ആളുകൾ ഉണ്ടല്ലോ, ഈ ആളുകള്, ഇവര് മുഴുവൻ പൈസ തരണം. എത്ര തരണം? 3,00,000 രൂപ ഇവര് പൈസ തരണം. ഓക്കെ, ബാക്കി 40,000 നമ്മൾ പ്രോറാറ്റ അലോട്ട് ചെയ്തില്ലേ? ഒരു ഓൾറെഡി 2,40,000 അധികം തന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 2,00,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ അപ്ലിക്കേഷൻ എടുക്കും വേണം. ഓക്കെ, ഈ 2,00,000 രൂപ ഷെയർ അപ്ലിക്കേഷൻ എടുക്കും വേണം. ഈ എൻട്രിയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. എങ്ങനെ എൻട്രി എങ്ങനെ വരിക? ആദ്യം
ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ എത്ര വരും? ഷെയർ അപ്ലിക്കേഷനിൽ ഇനി എത്ര ബാലൻസ് ഉള്ളത് അങ്ങോട്ട് നോക്ക്. 6,90,000 3 ലക്ഷം ഇവിടെ കൊടുത്തു, 1,50,000 കൊടുത്തു. അപ്പൊ എത്ര ഉണ്ട്? 6,90,000 മൊത്തം വന്നിട്ടുണ്ട്. അതിൽ 3 ലക്ഷം ഷെയർ ക്യാപിറ്റലായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു, 1,80,000 റീഫണ്ട് ചെയ്തു, ബാക്കി 2,40,000 ഉണ്ട്. ഈ 2,40,000 അപ്ലിക്കേഷനിലേക്ക് നമുക്ക് 2 മതി അല്ലെ? 40,000 ഷെയറിന്റെ 5 മതിയില്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്തു? 2 ലക്ഷം ഇവിടെ കൊടുത്തു. അലോട്ട്മെന്റിലേക്ക് പോകുന്നതായതുകൊണ്ടേ 2 കൂടെ 40,000 ഇവിടെ ഉണ്ട്, ഫസ്റ്റ് കോളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. 2 അല്ല, ബാങ്കിൽ ബാക്കി 40,000 ആൾക്കാരെ പൈസ വരണ്ടേ? അല്ല, 60,000 പൈസ ഉള്ള ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എത്ര? 60,000 ഇൻറ്റു 5 വരണം. എത്ര? 3 ലക്ഷം. ടു ഷെയർ അലോട്ട്മെന്റ് എത്ര? 5 ലക്ഷം. ഇനി ഫസ്റ്റ് കോൾ ഒന്നും വിളിച്ചിട്ടില്ല, ഫസ്റ്റ് കോൾ ഒന്നും ക്വസ്റ്റ്യനിൽ വിളിച്ചില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഫസ്റ്റ് കോൾ വിളിച്ചിരുന്നെങ്കിൽ ക്വസ്റ്റ്യൻ ഇവിടെ തീരും കേട്ടോ, ആൻസർ ശരിക്കും ഇവിടെ തീരും. ഫസ്റ്റ് കോൾ വിളിച്ചിരുന്നെങ്കിൽ അവസ്ഥ എന്താ? ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഫസ്റ്റ് കോളിൽ എത്ര വരണ്ടേ? 1 ലക്ഷം ഷെയറിന് 2 രൂപ വെച്ചിട്ട് വരണം അല്ലെ? ഫസ്റ്റ് കോളിന്റെ പൈസ അങ്ങനല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞേ? ആണ് അല്ലെ? അപ്പം 2 തന്നെ അല്ലേ? ഒന്ന് ഉറപ്പുവരുത്താം. ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഒറ്റ കോളേ ഉള്ളൂ, വിളിച്ചില്ല എന്നെങ്ങനെ കിട്ടിയേ? ദ കമ്പനി ഡിഡ് നോട്ട് മെയ്ഡ് ഫസ്റ്റ് കോൾ. ഫസ്റ്റ് കോൾ വിളിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ വെച്ചിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത് കേട്ടോ. ഷെയർ ഫസ്റ്റ് കോളിന് എത്ര വരും? 1 ലക്ഷം ഷെയർ അല്ലല്ലേ? അപ്പൊ 2 രൂപ വെച്ചിട്ട് 2 ലക്ഷം വരും. ഇനി ഫസ്റ്റ് കോളിന്റെ പൈസ ഇതേപോലെ തന്നെ എത്ര കിട്ടുക? 60,000 ഷെയർ ഉള്ള ആൾക്കാർ മുഴുവൻ തരും. 60,000 ഇൻറ്റു 2 1,20,000 തരും. 40,000 ഷെയർ ഉള്ള ആൾക്കാര് 1 രൂപ വെച്ച് ഓൾറെഡി തന്നിട്ടുണ്ട്, ബാക്കി 1 രൂപ ഒരു തരുള്ളൂ. ഓക്കെ. പിന്നെ 40,000 ഇൻറ്റു 1 അലോട്ട്മെന്റിൽ അവിടെ ഏറെ നിൽക്കുന്നുണ്ട്, ആ 40,000 അവിടെ നിന്ന് എടുക്കുകയും ചെയ്യും. ഇതിന്റെ എൻട്രി ആണ് വരേണ്ടത്. അപ്പൊ എന്താ, നമുക്ക് ഷെയർ അപ്ലിക്കേഷൻ അവിടെയും കൊടുക്കണം. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെറ്റർ എത്ര? ആപ്ലിക്കേഷനിൽ ബാലൻസ് നിൽക്കുന്ന 40,000. ബാങ്കിൽ എത്ര വരും? ബാങ്കിൽ ഈ 1,20,000 ഇവരെ 40 ചേർത്തിട്ട് 1,60,000 വരും. ഇത് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞത് ഡ്യൂ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ. ടു ഷെയർ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ എത്ര? 2 ലക്ഷം എന്ന് വരും. ഓക്കെ, ഇതാണ് എൻട്രി. ഇനി ഒരു കാര്യം നല്ലപോലെ ശ്രദ്ധിക്കാം. ഇൻ കേസ് നമ്മൾ ആദ്യത്തെ എൻട്രി തന്നെ ഈ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നടത്തിയിരുന്നെങ്കിൽ ആദ്യത്തെ എൻട്രി ആകും. എങ്ങനെയാകും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അവിടെ നോക്കുക. അതില് അതാണ്, മറ്റതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഈ ഭാഗമാണ് എഴുതുന്നത്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ അപ്ലിക്കേഷൻ എത്ര വരും? 6,90,000 വരും. 6,90,000. ഓക്കെ. ശേഷം ഷെയർ അപ്ലിക്കേഷൻ 6,90,000 ഫുൾ എഴുതുക. ടു ഷെയർ ക്യാപിറ്റൽ 3 ലക്ഷം. ടു റീഫണ്ട് കൊടുക്കുന്നുണ്ട്. ടു ബാങ്ക് 1,50,000. ടു അലോട്ട്മെന്റ് 2 ലക്ഷം. ടു ഫസ്റ്റ് കോൾ 40,000. ഇങ്ങനെയും എഴുതാം, ഇങ്ങനെ ജനറൽ എൻട്രി എഴുതാം, ഇതും എഴുതാം. അങ്ങനെ ആകുമ്പോൾ ഈ 6,90,000 എല്ലായിടത്തേക്കും കൃത്യമായി പിരിച്ചു വിട്ടിട്ടുണ്ട്. ഓക്കെ, എല്ലാതും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇനി അലോട്ട്മെന്റിൽ ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഇട്ടിട്ടു ഇവിടെ എന്ത് ചെയ്യും? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഇട്ടിട്ടു ഷെയർ ഫസ്റ്റ് ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് എവിടെയാണത്? ഷെയർ അലോട്ട്മെന്റ് അക്കൗണ്ട് ഇട്ടിട്ടു ഷെയർ ക്യാപിറ്റൽ എന്നുള്ള 5 ലക്ഷം ഈ എൻട്രി വന്നു കഴിഞ്ഞാൽ ബാലൻസ്
ഈ എൻട്രീന്റെ ആവശ്യം ഉണ്ടാവില്ല. ഏത് എൻട്രീന്റെ ആവശ്യം? ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ടു ഇവിടെ ഈ 2 ലക്ഷം ഓൾറെഡി ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 ലക്ഷത്തിന്റെ എൻട്രി വേണ്ടി വരില്ല. അതിന് പകരം ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞ 3 ലക്ഷം കൊടുത്താൽ തന്നെ റെഡി ആവും. കാരണം ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ടിന്റെ എൻട്രി ഇവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ഏതാണ് എൻട്രി എന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, എഴുതുക. അത്രയാണ്. ഇതിന്റെ ക്ലാരിറ്റി ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏത് മെത്തേഡാണോ സ്വീകരിച്ച് അതിനനുസരിച്ച് ആൻസർ ചെയ്യുക. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ.